കുട്ടികളുടെ ഇഷ്ടമല്ലേ മുതിർന്നവർ നടത്തി കൊടുക്കേണ്ടത്. മക്കൾക്ക് ഇരുട്ടാകാതെ ചൂട്ട് കാണിച്ച് മുന്നിൽ നടക്കേണ്ടവരാ നമ്മള്. ആ ചൂട്ടിന് തീ പിടിക്കണമെങ്കിൽ എനിക്കൊന്ന് ആലോചിക്കണം. വിപിന്റെ അമ്മയ്ക്ക് ഞങ്ങളുടെ മോളോട് എന്തെങ്കിലും അനിഷ്ടമുണ്ടോ? ആരോട് എനിക്ക് അനിഷ്ടമൊന്നുമില്ല. പക്ഷേ ഇഷ്ടം വേറൊരാളോടായിപ്പോയി. അമ്മ ഇത്തിരി ഇമോഷണലാ. ഇതൊരു ഫാമിലി ഇഷ്യൂ ആണ്. ഐ ക്യാൻ മാനേജ് ഇറ്റ്. അല്ല, എള്ളുണ്ട കഴിച്ചില്ല. കടിച്ചു പൊട്ടിക്കേണ്ട സാധനങ്ങളെ കടിച്ച് തന്നെ പൊട്ടിക്കണം. ഒരാണും പെണ്ണും ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ച ആ ആഗ്രഹം തീരുമാനമായ പിന്നെ ആർക്ക് തടയാൻ പറ്റും? അല്ലേ അല്ലയാ? എന്നാ പിന്നെ അധികം നീട്ടിക്കൊണ്ടു പോണ്ടെന്നാണ് എന്റെ അഭിപ്രായം. അടുത്ത ശുഭമുഹൂർത്തത്തിൽ തന്നെ സംഗതി നടത്താം, അല്ലേ അച്ഛാ? പിന്നല്ലാതെ. അപ്പോ നിങ്ങൾ വീട്ടിലേക്ക് വരില്ലേ? എല്ലാവരും കൂടി വരണം കേട്ടോ. കിട്ടിയ വിവരമൊക്കെ കീർത്തിയാണല്ലോ അല്ലേ? അതെ ഡോക്ടർ, കൊത്തി കൊത്തി മുറത്തി കയറി കൊത്തി പ്രവീണെ. ഞാനന്നേ പറഞ്ഞതല്ലേ അവിടെ ഒരു പ്രേമത്തിന്റെ മണമടിക്കുന്നുണ്ടെന്ന്. അവൻ അവളുടെ വീട്ടിൽ പോയി പെണ്ണു ചോദിച്ചു. അനുക്കുട്ടി എനിക്ക് കെട്ടിച്ചേരുമെന്ന്. അവളുടെ വീട്ടുകാർ സമ്മതിക്കുകയും ചെയ്തു. അവന്റെ വീട്ടിലേക്ക് അവളുടെ അപ്പനും അമ്മയും പോവുകയും ചെയ്തു. അത് മാത്രല്ലടാ, ഡോക്ടർ വിപിൻ കെട്ടാനിരുന്ന മുറപ്പെണ്ണിന്റെ മോന്തക്കിട്ട് അവളൊരെണ്ണം പൊട്ടിക്കുകയും ചെയ്തു. എന്ന് വെച്ചാ ഡോക്ടറെ അവള് കെട്ടിയേ അടങ്ങൂ എന്ന്. അത് അവള് മാത്രം തീരുമാനിച്ചാ പോരല്ലോ. ഞാനിവിടെ നിക്കല്ലേ ഇങ്ങനെ. പ്രവീൺ പരമേശ്വരൻ. എന്റെ പ്രവീണെ, അവര് രണ്ടുപേരും കല്യാണം കഴിക്കാൻ തീരുമാനിച്ച രണ്ട് വീട്ടുകാരുടെ സമ്മതമില്ലെങ്കിൽ പോലും അത് നടക്കത്തില്ലേ? എടാ, ഒരു ആക്സിഡന്റ് അല്ലേ കഴിഞ്ഞുള്ളൂ. ഇനി എത്ര ആക്സിഡന്റുകൾ ഇങ്ങനെ വരാൻ കിടക്കുന്നു? കോർപ്പറേഷൻകാര് ടാങ്കറിൽ വീട്ടുപടിക്കൽ കൊണ്ടുതരുന്ന സാധനമല്ലല്ലോ ഈ ചോര. സൂക്ഷിച്ചു കൊണ്ട് നടന്നില്ലെങ്കിൽ അത് ഞരമ്പിൽ നിന്നും തട്ടി തൂവിപ്പോവും. അത് ഡോക്ടറുടേതാണെങ്കിലും ഡോക്ടറെ ഇഷ്ടപ്പെട്ട പ്രേമരോഗിയുടേതാണെങ്കിലും. എന്തെങ്കിലും ഒന്ന് ചെയ്യണം, ഇല്ലെങ്കിൽ ആകെ നാണക്കേടാവും. ഒരു ജസ്റ്റിസിന്റെ മകന്റെ കല്യാണാലോചന വേണ്ടാന്ന് വെച്ചവള് നാളെ ആ ഡോക്ടറെയും കെട്ടി നമ്മുടെ മുന്നിലൂടെ ഞെളിഞ്ഞു നടക്കുമ്പോ ഞങ്ങൾക്കും കൂടി നാണക്കേടല്ലേ? ഒന്നും വേണ്ട. അപമാനിക്കപ്പെട്ട നിന്റെ ഡാഡി പരമേശ്വർ സാറിന്റെ അവസ്ഥ നീ ഒന്ന് ഓർത്തു നോക്കിയേ. എനിക്ക് അവനെ ഒന്ന് കാണണമല്ലോ. ആരെ? ആ ഡോക്ടറെ, വിപിൻ വല്ലഭന്. ഡോക്ടറുടെ കരളുറപ്പ് എത്രയുണ്ടെന്ന് ഒന്ന് പരീക്ഷിക്കാം. കല്യാണത്തിൽ നിന്നും നിരുപാധികം സ്വമേധയാ പിന്മാറിയ അവന് കൊള്ളാം. അല്ലെങ്കിൽ ഡോക്ടർ വിപിൻ വല്ലഭന് തിരക്കേണ്ടി വരും. ICUവിന്റെ മാസവടക എത്രയാണ്? പേടിച്ചോടാ ചക്കരെ.
സ്വപ്നത്തിൽ എന്താ സംഭവിച്ചേ? കുതിരപ്പന്റെ വീട്ടിലെ രാജകുമാരൻ കുതിര പുറത്തുനിന്ന് താഴെ വീണ് കാണും അല്ലേ? ഒന്ന് പോയ അമ്മക്കുട്ടി, ചുമ്മാ മനുഷ്യനെ പേടിപ്പിച്ചിട്ട്. ദിവാസ്വപ്നം പൊളിഞ്ഞതിന്റെ ദേഷ്യമാണോ ദിവാകര? പിന്നെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ? അയ്യോ വേണ്ടായേ. ദേഷ്യം പിടിച്ച് എന്റെ കൊച്ചെങ്ങാനും പൊട്ടിത്തെറിച്ചു പോയാ പിന്നെ ഈ അമ്മക്കുട്ടിക്ക് ആരാ? എന്നാലും എനിക്കൊരു സംശയമുണ്ട്, സങ്കടവും. പറഞ്ഞാലും സംഗീതെ, അവിടുത്തെ സങ്കടം നോം പരിഹരിച്ചു തരുന്നതായിരിക്കും. പറയൂ. നിനക്ക് എന്നോടെ സ്നേഹം ഇത്തിരി കുറഞ്ഞോന്നൊരു സംശയം. സംശയം അതൊരു രോഗമാണ് സംഗീതെ. സംഗീതയോ? മേടിക്കുന്നീ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ മാറ്റം. ആണോ? എങ്കി അമ്മക്കുട്ടി സ്നേഹത്തിന്റെ ഒരു തെർമോമീറ്റർ ആയിട്ട് വാ. നമുക്ക് സ്നേഹപ്പനിയുടെയും പ്രേമപ്പനിയുടെയും ചൂടളക്കാം. എന്താ ചേച്ചി? എടാ വിപി, ആ പറഞ്ഞോ. നീ ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം. എന്ത്? ഓപ്പിയുടെ കാര്യോ? കളിക്കല്ലേ, നിന്റെ ജീവിതത്തിന്റെ കാര്യമാ ഞാനീ പറയുന്നത്. നീ നന്നായിട്ട് ആലോചിച്ചൊരു തീരുമാനത്തിലെത്തണം. ആ കുത്തിത്തിരിപ്പിന്റെ ഫ്രാഞ്ചൈസി ആയിട്ടാണല്ലോ എന്റെ ഭാര്യ വന്നേക്കണത്. നിങ്ങൾ മിണ്ടരുത്. ഞാൻ എന്റെ അനിയനോടാ സംസാരിക്കുന്നത്. ഞാൻ എന്റെ അളിയനോടും സംസാരിക്കും. നിനക്കെന്താ കുഴപ്പം? ഒന്നും മിണ്ടാതിരിക്കൂ. മോനെ നീങ്ങുവാ. അതെ, നമ്മള് കുടുംബക്കാരല്ലേടാ ഒന്നിച്ചു നിക്കണ്ടേ. നീ ദിവ്യമോളെ തന്നെ കെട്ടണം. സേനമ്മാവനുമായിട്ടൊക്കെ എന്തിനാടാ ഒരു പിണക്കത്തിന് പോകുന്നേ? കഴിഞ്ഞോ? എന്ത് ചേച്ചിയുടെ ഉപദേശമൊക്കെ? അല്ലളിയ, കുറച്ചും കൂടി പാല വരാണ്ട്, അതും കൂടി കേട്ടോ. ശശാങ്കേട്ടാ, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? മോനെ, കല്യാണം എന്ന് പറഞ്ഞാ വെറും കുട്ടിക്കളിയല്ല. ആയുഷ്കാലം മുഴുവനും സന്തോഷത്തോടെ സ്നേഹത്തോടെയും ജീവിക്കേണ്ടതാ. നിന്റെ ഭാവിക്ക് വേണ്ടിയാ ഞാനും അമ്മയും ഈ പറയുന്നത്. ചേച്ചി ഒന്ന് നിർത്ത്. ഞാൻ കൊച്ചുകുട്ടിയൊന്നും അല്ല. എനിക്ക് പോയിട്ട് കുറച്ച് ജോലിയുണ്ട്. അപ്പൊ ശരി. വിബി, നിക്കടാ അവിടെ. എന്റെ പൊന്നനിയനല്ലേ, ചേച്ചി പറയുന്ന മോൻ കേക്ക്. ദിവ്യപ്രഭ നല്ല കുട്ടിയല്ലേ? അളിയാതെ ഞാൻ വീണ്ടും പറയണം, അളിയൻ ഇഷ്ടമുള്ള ആളുടെ കൂടെ തന്നെ ജീവിക്കാൻ നോക്ക്. അല്ലാതെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ അളിയന് സംഭവിക്കരുത്. നിങ്ങളെ ജീവിതത്തിൽ എന്തോന്ന് സംഭവിച്ചു? എന്ത് സംഭവിച്ചെന്നാ? ആന ചവിട്ടി അവലോസുണ്ടാ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. കേറി വാടി അങ്ങാട്. ബാക്കി ഞാൻ അവിടെ പറഞ്ഞു തരാൻ വന്നിട്ട്. ശശാങ്കേട്ട ഒരു കഥയില്ലാത്ത ആളാ. അങ്ങനെ പറയുന്നെന്ന് നീ കേക്കണ്ട മോനെ. എന്നാലേ ഞാൻ അങ്ങനെയല്ല. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ശരി. പ്രാർത്ഥിക്കാം. നിമിത്തമൊക്കെ ബഹുകേമം. ഈ മാസം തന്നെ സമയം കുറിക്കാം. അങ്ങനെ പവറായി ശവമായി. എന്തൊക്കെയായിരുന്നു? അമ്പും വില്ലും, ഓട്ടോമാറ്റിക് പിസ്റ്റൺ, മിഷ്യൻ ഗണ്ണ്, മലപ്പുറം കത്തി, വടികൊണ്ടുള്ള അടി, വെടിവയ്പ്, കുത്തിക്കൊല്ലൽ. എന്റെ പ്രവീണെ പടപടലം തകർന്ന് തരിപ്പണമായില്ലേ?
എടാ അവനൊരു തമാശ. എടാ ഞങ്ങൾക്കില്ലേ വിഷമം, അതുകൊണ്ട് പറഞ്ഞതാ. നിന്നെ നോവിച്ചൊരു കിളി നിന്റെ കൂട്ടിന്ന് പറന്നു പോകുമ്പോ ഞങ്ങൾക്ക് വിഷമാവില്ലടാ. അങ്ങനെയൊന്നും ഒരു കിളിയും പറന്നു പോവില്ല. എടാ നിങ്ങൾ പോലും ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല ഈ പ്രവീണിനെ. പ്രവീണിന്റെ ചോരയില് വെടിമരുന്നിട്ട് ഡെപ്പോസിറ്റ് കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കത്തും. ആ കല്യാണം നടന്നല്ലോ ഇതുവരെ. ചാർട്ട് കൈമാറ്റം നടന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അവളുടെ കഴുത്തിൽ അവൻ താലി കെട്ടാൻ ഇനിയും സമയം കിടപ്പുണ്ട്. പ്രവീണ്, നമ്മളിനി എന്ത് ചെയ്യൂടാ? സത്യം പറഞ്ഞ നീ ഈ കളിയിൽ നിന്ന് പിൻവാങ്ങുന്നു. അതാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. പ്രവീൺ പരമേശ്വരൻ, റിട്ടയർഡ് ഹാഡ്. എടാ മോനായി അങ്ങനെ പിന്മാറുന്നവനല്ല ഈ പ്രവീൺ. തലക്ക് നേരെ ബൗൺസർ വന്ന അതുക്ക് മീതെ സിക്സർ. അതാണ് എന്റെ പോളിസി. നന്നായി കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. ശത്രു കൂടുതൽ ശക്തനാവുമ്പോ എന്റെ കളിയുടെ വേഗവും വീര്യവും കൂടും. ആ കല്യാണം നടക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാം. അതിന് ഈ ഭീഷണിയും ഗുണ്ടായസവും ഡോക്ടർ വിപിൻ വല്ലഭനെ തട്ടിക്കൊണ്ടുപോക്കോ ഒന്നുമല്ല. പക്ഷേ അനുവിന്റെ കഴുത്തിൽ വിപിൻ താലി കെട്ടുന്നതിന് മുമ്പ് ഒരു കുഞ്ഞു ബോംബ് ഞാനിടും. എന്താ ചില കളികള് കാത്തിരുന്ന് കാണേണ്ടത്. എങ്കിലും ഒരു കിക്കുണ്ടാവും. മൂവന്തിക്ക് കടലിൽ മുങ്ങിത്താണാലും പിറ്റേന്ന് കാലത്ത് കുളിച്ച് തോർത്തി മാനത്ത് ഉദിച്ചു നിൽക്കും സൂര്യൻ. ഈ പ്രവീൺ പരമേശ്വരനും അങ്ങനെയാ. അതൊന്നും എനിക്കറിയില്ല. എനിക്ക് മാത്രമായിട്ടൊരു അഭിപ്രായം ഇല്ല. എല്ലാം എന്റെ അമ്മയും അച്ഛയും കൂടി തീരുമാനിക്കുന്ന പോലെ. അല്ല, അതിപ്പോ ഇവിടെ അമ്മയോടും അച്ഛയോടും ചോദിക്കണ്ടേ? ആരാ? ആരുമില്ല. ഏട്ടെ കള്ളി, നിന്റെ ഡോക്ടർ അല്ലേ? ഇവിടെ എന്താ രാമരാവണ യുദ്ധോ? അമ്മേ, ഇവൾക്കിപ്പോ നമ്മളെ ആരും വേണ്ട. അവളുടെ ഡോക്ടറെ മതി. കള്ളി ചക്കി കള്ളി പെണ്ണ പിന്നെയും വിളിച്ചു അല്ലേ? കൊള്ളാലോടി. കണ്ടോ അമ്മേ? ഫോണിങ്ങി തന്നെ. ആരാ നോക്കട്ടെ? ആരാ നോക്കുവെന്ന് വേണ്ട, കാമുകൻ തന്നെയാ. എന്റെ അല്ല, അമ്മക്കുട്ടിയുടെ. നന്ദേട്ടൻ. ആ, അച്ഛനോട് ഞാൻ എല്ലാം പറയുന്നുണ്ട്. എന്റെ വിളിയും കളിയൊക്കെ കുറെ കൂടുന്നുണ്ട്. അമ്മക്കുട്ടി വേണ്ട, ഡോണ്ടു. അച്ഛനോട് പറഞ്ഞ ഞാൻ മിണ്ടൂല കേട്ടോ. ഹലോ നന്ദേട്ടാ. ആ എടോ, ഞാൻ അങ്ങോട്ട് വരിക. കഞ്ഞിയും പയറും വേണേ. കഞ്ഞിയും പയറും മാത്രമല്ല, കപ്പയും പിന്നെ മീൻകറിയും ഒക്കെ റെഡിയാ. പോരെ? ഓ മതി. ആ നന്ദേട്ടൻ എവിടെ എത്തി? ദേ വീടെത്താൻ ഒരു 5 മിനിറ്റ് മതി. ആഹാ, എന്നിട്ട് ഇപ്പോഴാണോ വിളിച്ചു പറയുന്നേ? നല്ല ആളാ. അതെ, ഇപ്പൊ ശൃംഗരിക്കാൻ സമയമില്ല. ഞാൻ ഡ്രൈവിംഗിലെ നിയമം പാലിക്കണ്ടേ? അയ്യോ വേണം. എന്നാ ശരി, ഫോൺ വെച്ചോ. ആ ശരി. നിർത്തിവെച്ച ശീലങ്ങളെല്ലാം തുടങ്ങുവാണല്ലേ? എന്താ നന്ദേട്ട ഇത്? ഇത്രയും നാളും നന്ദേട്ടൻ ഒരു അച്ഛൻ മാത്രമായിരുന്നു. ഇനി അങ്ങനെയല്ല. മോളെ
താലി കെട്ടുന്ന ആൾക്കും അച്ഛന്റെ സ്ഥാനം തന്നെയാ. അവർക്കൊരു കുഞ്ഞുണ്ടാവുമ്പോ മുത്തശ്ശൻ. അപ്പൊ നല്ല ശീലങ്ങളുടെ മാതൃകയാവണം. അങ്ങനെയല്ലേ വേണ്ടത്? ഓരോരോ ദുശീലങ്ങൾ പിന്നെ തുടങ്ങിക്കോളും. ഇത് ഇങ്ങോട്ട് താ. എടോ, താൻ എന്നോട് പിണങ്ങിയോ? അത് ഞാൻ ഓരോ ടെൻഷൻ കാരണം. എന്ത് ടെൻഷൻ? ഏയ് ഒന്നുമില്ലടോ, ചുമ്മാ ഓരോന്ന് ആലോചിച്ചപ്പോ. ചുമ്മാ ചിന്തിച്ചു കൂട്ടി തലയ്ക്ക് തീയിടുന്ന പതിവ് നന്ദേട്ടന് പണ്ടേ ഉള്ളതാണല്ലോ. ശരി, ഇന്നിപ്പോ എന്താ പ്രശ്നം? അത് ആ ജസ്റ്റിസ് വല്ല കുഴപ്പത്തിനും വന്നോ? ഹേ, അവർക്കൊക്കെ നമ്മളെ കുറിച്ച് ചിന്തിക്കാനാണോ നേരം? പിന്നെ ഒന്നുമില്ലടോ. എന്നോട് കള്ളം പറയരുത്. അത് ചക്കിയുടെ കല്യാണ തീയതി അടുക്കുകയാണെന്ന് ഓർത്തപ്പോ മക്കളമ്മയുടെ വയറ്റിൽ ജനിക്കുമ്പോ അച്ഛന്റെ മനസ്സിൽ വളരുന്നുവെന്നാ. കൈപിടിച്ച് മറ്റൊരാൾക്ക് മകളെ കൊടുക്കുന്നത് ഏതൊരച്ഛനും സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ എന്റെ കൈ തിരിച്ചെടുക്കുമ്പോ അവള് കൈവിട്ട് പോവാണല്ലോ എന്ന് ഓർത്തപ്പോ എന്നെ കൊടുക്കാരേക്കല്ലേ നന്ദേട്ട? ഇല്ലടോ, വിഷമൊന്നുമില്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്ത് രസം, എന്താ ഭംഗി. ഇത് പാർക്കോ അതോ ബീച്ചോ? ഒരു കൊച്ചുകുട്ടിയെ ഒറ്റക്കിരുത്തിയിട്ട് രണ്ടാളും കൂടി ഇവിടെ വന്ന് ഭയങ്കര ചർച്ചയാണല്ലേ? ആട്ടെ, എന്തായിരുന്നു വിഷയം? ക്രൂഡ് ഓയിലിന്റെ വിലക്കുറവാണോ അതോ പെട്രോളിന്റെ വില കയറ്റോ? ഇനി അതല്ല, നമ്മുടെ എസ്റ്റേറ്റിലെ തേയില ചെടിയെല്ലാം വാടിപ്പോയോ? ഒന്ന് പോയടി നീ. അങ്ങനെ ഇപ്പൊ പോകുന്നില്ല. അമ്മക്കുട്ടി വന്നേ. അതൊക്കെ ഞാൻ പറയാം. വാ, അത് വേണ്ട, അത് വേണ്ട. ഞങ്ങള് സുന്ദരിമാര് സ്വർണത്തിന്റെ വിലക്കയറ്റത്തെ പറ്റി ഇതിനു നേരെ ചർച്ച ചെയ്യട്ടെ. വാ, ടാറ്റാ.